ഇന്ന് ഞാൻ പനീർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 2 വലിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, കൂടാതെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പിന്നീട് ഒരു തക്കാളിയും കൂടെ. ആദ്യം നമ്മൾ പനീർ എടുത്ത് നന്നായി സ്ലൈസ് ചെയ്ത് ക്യൂബാക്കി മാറ്റി വയ്ക്കുക. ഞാനിവിടെ നന്ദിനിയുടെ പനീറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യൂബ്സാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നീട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി തിരുമ്പി മാറ്റി വയ്ക്കുക. ഞാൻ ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് നല്ല ജീരകം, കുറച്ച് പെരുംജീരകം, ഏലക്കായ, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങൾ എണ്ണ ചൂടാക്കി അതിലോട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യുക. പിന്നീട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. സവാള ഒന്ന് വാടിയതിന് ശേഷം, നന്നായി വാടണമെന്നില്ല, ഒന്നൊന്ന് വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കുക. ഒരു തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കുക പേസ്റ്റ് രൂപത്തിൽ. ഇതിൻ്റെ കൂടെ തന്നെ പനീറൊന്ന് ഗീ ഒഴിച്ച് നല്ല നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അധികം ഇളക്കരുത്, എല്ലാം മുറിഞ്ഞു പോവും. ഒന്ന് സോട്ടായതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ പേസ്റ്റ് ആക്കുമ്പോൾ കുറച്ച് കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർത്താൽ ഗ്രേവി നല്ല ടേസ്റ്റി ആയിരിക്കും. കുറുകി വന്നതിന്